പെൻഷൻ ലഭിക്കുന്ന തരത്തിൽ അംഗങ്ങളെ നിയമിക്കുന്ന ഒരു ശീലമുണ്ട്. അതാകട്ടെ 2 വർഷം. ഇപ്പോൾ ജോസഫ് സി മാത്യു ചേരുന്നു. ശ്രീ ജോസഫ് സി മാത്യു, ഏതായാലും സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടല്ല, എന്നാലും ഇന്നൊരു പരാമർശം വരുന്നത് രാജ്യത്ത് എവിടെയും ഇങ്ങനൊരു സംവിധാനമില്ല. 2.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുന്ന പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ കിട്ടുന്ന അവസ്ഥ, അതിൽ സുപ്രീം കോടതി നീരസവും പ്രകടിപ്പിക്കുന്നു. എങ്ങനെയാണ് കാണേണ്ടത്? അതിന് 2 തലമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, അവര് സുപ്രീം കോടതി നടത്തിയ കമന്റിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പേഴ്സണൽ സ്റ്റാഫ് ഒന്ന്, നമ്മുടെ ഇത്രയധികം ക്യാബിനറ്റ് റാങ്കുകളും പേഴ്സണൽ സ്റ്റാഫുകളെ വെക്കാവുന്ന തലത്തിലുള്ള തസ്തികകളും ആവശ്യമില്ല. ചീഫ് വിപ്പ് അതുപോലെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. മന്ത്രിമാരുടെ എണ്ണം റെസ്ട്രിക്ട് ചെയ്തതിന്റെ ഒരു യുക്തി നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതിനെ പരാജയപ്പെടുത്തുന്ന തരത്തില് അനാവശ്യമായി ആളുകൾക്ക് പേഴ്സണൽ സ്റ്റാഫുകളെ വെക്കാവുന്ന തരത്തിലുള്ള ഒരു അംഗീകാരം കൊടുക്കുക, ഒരു അധികാരം കൊടുക്കുക, അവരുടെ ജോലിഭാരവുമായി ഒരു ബന്ധവും ഇല്ലാതെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് പലപ്പോഴും അത് ചെയ്യുന്നത്. 2, അവർക്ക് ഭീമമായ ശമ്പളം നിശ്ചയിക്കുക. 3, 2 വർഷത്തെ കഴിയുമ്പോൾ പെൻഷൻ കൊടുക്കുക എന്നുള്ളതിന് യാതൊരു യുക്തിയുമില്ല. അത് ഒരു 10-35 വർഷം പ്രേക്ഷകർക്ക് കൂടി താല്പര്യം ഉണ്ടായിരിക്കും, അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ 2.5 വർഷം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെൻഷൻ കിട്ടും? അതിനൊരു കണക്കുണ്ട്. അത് അവരുടെ അടിസ്ഥാന വേതനവുമായി ബന്ധപ്പെട്ടതാണ്. വളരെ ചെറിയ PA അങ്ങനത്തെയൊക്കെ അഡീഷണൽ PA അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തുച്ഛമായ ഒരു ശമ്പളം പെൻഷനാണ് കിട്ടുന്നതെന്നാണ് എന്റെ വിചാരം. പക്ഷെ പെൻഷൻ ഇനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത് ആ തുക ചെറുതല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറും. ഇപ്പൊ നമുക്കൊരു 5,000 മുതൽ 10,000 രൂപ വരെ പെൻഷൻ കിട്ടുന്നവരാണ് ഇതിന്റെ താഴെക്കടയിലുള്ള നമ്മൾ ഇവരോടൊപ്പം നടക്കുന്ന പലരുടെയും PA, അഡീഷണൽ PA, അങ്ങനെ പല തസ്തികകൾ അവിടെ ഉണ്ട്. ഹസ്കർ എന്നൊക്കെ പറഞ്ഞ് ചിലന്തി വലയൊക്കെ അടിക്കാൻ വേണ്ടി വരെ തസ്തികകളുണ്ട് പലയിടത്തും. അപ്പോ അത് അതിന്റെ ഒരു 2 വർഷം കഴിയുമ്പോൾ പെൻഷൻ കൊടുക്കുക, അതും വളരെ ചെറിയ പ്രായത്തിൽ മുതൽ അവർക്ക് ആജീവനാന്തം പെൻഷൻ, ഫാമിലി പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുക എന്നുള്ളതിന് യാതൊരു യുക്തിയുമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഇത്തരം ഒരു കാര്യത്തിൽ ഇടപെടാനുള്ള കോടതികളുടെ അധികാരത്തെക്കുറിച്ചും എനിക്ക് സംശയമുണ്ട്. അത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ. ഇതൊരു പോളിസി തീരുമാനമാണ്. അതിന് രാഷ്ട്രീയമായ പരിഹാരങ്ങളാണ് നമ്മൾ കാണേണ്ടത്. കോടതി അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് ഒരു നല്ല പ്രവണതയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പരാമർശം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അത് സർക്കാർ മുകളിലേക്ക് എടുക്കുകയും ചെയ്യണം. ചോദ്യം പ്രസക്തമാണ്. ഇത്രയധികം ആസ്തി കേരളത്തിനുണ്ടോന്ന്? അതാണ്. അത് മറ്റു പലതിനും ആസ്തിയില്ല എന്ന് പറയുന്നവർ, മറ്റു പലതിനും മാർഗമില്ല എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ തീർത്തും അനാവശ്യമായിട്ടുള്ള ഒരു ധൂർത്ത് എന്നുള്ള ഗണത്തിൽപ്പെടുത്താവുന്നതും അഴിമതി എന്ന് പറയാവുന്നു. ഇത് പലതും രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അക്കോമഡേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ ഓഫീസിലുള്ള പലരും ഇത് അവിടെ ഓഫീസിൽ പോലും വരാതെ പാർട്ടി ഏൽപ്പിക്കുന്ന മറ്റു ദൗത്യങ്ങൾ ചെയ്യുന്നവർ പോലും ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയാവുന്ന വിഷയമാണ്, നമുക്ക് പലർക്കും അറിയാം. അപ്പോ അങ്ങനെ ഇതൊരു അക്കോമഡേഷനുള്ള ഒരു മാർഗമായി കാണുന്നു. പൊതുപണം ഇങ്ങനെ വകമാറ്റി സ്വന്തം ആൾക്കാർക്ക് കൊടുക്കുക എന്ന് പറയുന്ന അഴിമതിയുടെ ഗണത്തിൽ, അല്ലെങ്കിൽ പിന്നെ വേറെ ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താൻ കഴിയും? ജോസഫ് സി മാത്യു പ്രതികരിച്ച ശ്രീ ജയശങ്കർ കൂടി ചേരുന്നു. ശ്രീ ജയശങ്കർ, രാജ്യത്തെങ്ങും ഇത്തരം ഒരു സംവിധാനമില്ല എന്നാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഒരു ചോദ്യവും, ഇത്രമാത്രം ആസ്തിയുണ്ടോ കേരളത്തിന് എന്ന് കോടതിക്ക് ഇടപെടാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ. എന്നാലും താങ്കൾ എങ്ങനെയാണ് ഈ പരാമർശത്തെ നിലവിൽ കാണുന്നത്? ജയശങ്കറിന്റെ ടെലിഫോൺ ബന്ധം അവ്യക്തമാണ്. ടെലിഫോൺ കട്ടായി.